നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡ് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പയെ ടീമിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. പ്രമുഖ ഫ്രഞ്ച് മാധ്യമമായ ലെ പാരീസിയനാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് കോൺട്രാക്ട് പുതുക്കാൻ എംബപ്പെ ഉദ്ദേശിക്കുന്നില്ല. വരുന്ന സമ്മറിൽ അദ്ദേഹം ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് ക്ലബ്ബ് വിടും. പക്ഷേ റയൽ മാഡ്രിഡുമായി ഒരു ഫൈനൽ അഗ്രിമെന്റിൽ എത്താൻ ഇതുവരെ എംബപ്പയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ലെഫ്റ്റ് വിങ് പൊസിഷനിലാണ് പ്രധാനമായും എംബപ്പെ കളിക്കുന്നത്. ഇതേ പൊസിഷനിൽ തന്നെയാണ് റയൽ മാഡ്രിഡിൽ ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർ കളിക്കുന്നതും. അതുകൊണ്ട് തന്നെ കിലിയൻ എംബപ്പെ വരുമ്പോൾ വിനീഷ്യസിന്റെ കാര്യത്തിൽ റയൽ മാഡ്രിഡിന് മറ്റുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടി വരും. നിലവിൽ റയലിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഒരു മികച്ച നമ്പർ 9 സ്ട്രൈക്കറെയാണ്. ബെൻസിമയുടെ പകരമായിക്കൊണ്ട് മികച്ച നമ്പർ 9 സ്ട്രൈക്കറെ കൊണ്ടുവരാൻ റയലിന് കഴിഞ്ഞിട്ടില്ല. ഹൊസേലു അവിടെ ഉണ്ടെങ്കിലും അതൊരു താൽക്കാലികം മാത്രമാണ്. ലോങ് ടൈമിലേക്ക് ഒരു മികച്ച താരത്തെ റയൽ മാഡ്രിഡിന് ആവശ്യമുണ്ട്. ആ സ്ഥാനത്തേക്ക് ഏർലിംഗ് ഹാലൻഡിനെ കൊണ്ടുവരാൻ റയലിന് പദ്ധതികളുണ്ട്, അവർക്ക് താല്പര്യമുണ്ട്. റയൽ ഭാവിയിൽ അതിനുവേണ്ടി ശ്രമിച്ചേക്കും. ഈ ഒരു അവസരത്തിൽ എംബപ്പയെയാണോ ഹാലൻഡിനെയാണോ തിരഞ്ഞെടുക്കുക എന്നുള്ള ചോദ്യം റയൽ മാഡ്രിഡ് ഗോൾ കീപ്പറായ ലുനിനോട് ചോദിക്കപ്പെട്ടിരുന്നു. ഹാലൻഡിനെയാണ് ഈ ഒരു ഗോൾ കീപ്പർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്പർ 9 താരം എന്ന നിലയിൽ ഹാലൻഡാണ് നല്ലത് എന്നാണ് ലുനിൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതേസമയം എംബപ്പെ റയലിലേക്ക് വരുന്നു എന്ന വാർത്തകളോട് ഇദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തോളമായി താനിത് കേൾക്കുന്നുവെന്നും തനിക്ക് ഇതേക്കുറിച്ച് യാതൊരുവിധ അറിവുമില്ല എന്നുമാണ് ഈ റയൽ മാഡ്രിഡിന്റെ ഗോൾ കീപ്പർ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും വരുന്ന സമ്മറിൽ എംബപ്പയെ എന്തായാലും കൊണ്ടുവരാൻ തന്നെയാണ് റയലിന്റെ തീരുമാനം. അദ്ദേഹം വരുന്ന സമ്മറിൽ എത്തിയിട്ടില്ലെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി റയൽ മാഡ്രിഡ് എത്തിയിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.